പ്രിയ കലാസ്നേഹികളെ, ചിറ്റാട്ടുകര സെന്റ് ജോർജ് യൂണിറ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സാമൂഹ്യ സംഗീത നാടകം സ്നേഹവീട്. നാടകരചന അന്തോണി ഓച്ചെ. ശബ്ദവും വെളിച്ചവും ജോഷി ഭാരത്. സംഗീതം ജോസഫ് തരകൻ. സംവിധാനം അന്തോണി ഓച്ചെ. ഈ നാടകത്തെക്കുറിച്ച് രണ്ടു വാക്ക്. തോമക്കുട്ടി ചേട്ടൻ തന്റെ മക്കൾക്കു വേണ്ടി തമിഴ്നാട്ടിലും ബോംബെയിലും പോയി ജോലി ചെയ്തു. തോമക്കുട്ടി ചേട്ടൻ അധ്വാനിച്ച പണമെല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. മക്കൾ അതെല്ലാം ദൂർത്തടിച്ചു. മക്കൾ താന്തോന്നികളായി. കൂട്ടത്തിൽ തോമക്കുട്ടി ചേട്ടന് വലിയ അസുഖവും വന്നുപെട്ടു. അവസാനം തോമക്കുട്ടി ചേട്ടൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ നാടകത്തിലെ അഭിനേതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. തോമക്കുട്ടി ഫ്രാൻസിസ് തരകൻ, മറിയക്കുട്ടി ജിനി ആന്റോ, സുന്ദരൻ അന്തോണി ഓജെ, ഡോക്ടർ അഞ്ചു ആന്റോ, മരുമകൾ ജെസി ജോസ്, പേരക്കുട്ടി അപ്പു, മകൻ ബൈജു. പിന്നണിയിൽ പ്രവർത്തിച്ചവർ ഗ്ലോറിയ അഖിൽ, ഐശ്വര്യ അനീഷ്, വിൻസെന്റ് വീടി. ഈ നാടകം തുടങ്ങുന്നതിനു മുമ്പ് സ്റ്റേജിന്റെ പരിസരത്തുള്ള എല്ലാ വൈദ്യുത ദീപങ്ങളും അണച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു ബലിയോടുകൂടി നാടകം തുടങ്ങുന്നു. അനുഗ്രഹിച്ചാലോ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവാരങ്ങൾ, നിന്ദിവ്യസോനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. മറിയക്കുട്ടി, ഡോ ഇവളിത് എവിടെയാ? എപ്പോൾ വിളിച്ചാലും ചെവി കേൾക്കില്ല. വല്ലാത്തൊരു ജന്മം. മറിയക്കുട്ടി, ഒരു അനക്കവുമില്ല. അവളുടെ ഓമൻ പേര് വിളിച്ചാൽ പെട്ടെന്ന് വിളി കേൾക്കും. എന്നാൽ അതുതന്നെ കാര്യം. മറിയക്കുട്ടി, ഡോ പോത്തേ. അല്ല, ഇതാരാ വന്നിരിക്കുന്നേ? എന്റെ പൊന്നേ, ചിറ്റാട്ടുകര പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യാളനാണ് എന്റെ തോമക്കുട്ടി ചേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇനി ഒരു സ്ഥലത്തേക്കും പോകണ്ട. ആകാശപ്പറവകളെ പോലെ നടന്ന് നടന്ന് ഒരു വഴിക്കായി. എല്ലാ സമ്പാദ്യവും തൊലച്ചു. മക്കളെല്ലാം താന്തോന്നികളായി. നീ ചെന്ന് കുറച്ച് വെള്ളം ചൂടാക്ക്. ഒന്ന് കുളിക്കണം. ബാക്കി വിശേഷങ്ങളൊക്കെ കുളി കഴിഞ്ഞിട്ട് പറയാം. ആ ശരി, വെള്ളമൊക്കെ വേഗം ചൂടാക്കാം. നമ്മുടെ തോമാസിന്റെ മകൻ അപ്പു ഇവിടെയുണ്ട്. അവനെ ഒന്ന് വിളിച്ചേ, കുറെ നാളായി കണ്ടിട്ട്. അപ്പൂ, ഇനി ഒരിക്കലും അപ്പാപ്പൻ പോവില്ല. ഇരുകാലികൾ രണ്ടെണ്ണത്തിനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. കാണാനില്ല. അരിക്കടി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കാണാനില്ല. നിനക്ക് വല്ലതും മനസ്സിലായ മറിയക്കുട്ടി? ഇല്ല. ഇതെന്തെത്രമാത്രം മനസ്സിലാക്കാനുള്ള? ഇരുകാലികൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടുപേരെയുമാണ്. അരിക്കാടിവെള്ളം എന്ന് പറഞ്ഞത് നമുക്ക് ചായ വീത്തി വെച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. വല്ലാത്തൊരു കാലം. ഭാഷകളെല്ലാം മാറി തുടങ്ങി അല്ലേ? നമ്മളുടെ മറ്റു മക്കളൊക്കെ എവിടെയാണ്? അവർ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോയി. നല്ല കാര്യം. പോകാൻ പറ്റിയ സമയം. എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നറിയോ? ഒരാഴ്ചക്കുള്ള പണിയുണ്ട്. നിന്റെ ഭാഗ്യം. എന്തായാലും ശരീരത്തിന് വ്യായാമം വേണ്ടെന്ന് തോന്നുന്നു. കുളി കഴിഞ്ഞേ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം.
തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒന്ന് കുഴഞ്ഞു വീണു. എല്ലാവരും കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എടുത്ത സ്കാനിംഗ് റിപ്പോർട്ടാണ് ഇത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എന്തായാലും ഞാൻ 3 ദിവസത്തേക്ക് മരുന്ന് എഴുതി തരാം. കുറവില്ലെങ്കിൽ ഞാൻ ഞാറേപ്പറമ്പിൽ ജോസ് ഡോക്ടറെ കണ്ടാൽ മതി. അടുത്താള് വരൂ. എന്റെ ഡോക്ടറെ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആദ്യമൊക്കെ മുഖത്താണ് വന്നിരുന്നത്. ആ കുരി ഇപ്പോൾ ചന്തിയുടെ അടിയിലാ വന്നത്. അത് മൂലക്കുരു ആവും. മുഖക്കുരു ആയിരുന്നു. ഇപ്പോൾ ഇത് സ്ഥലം മാറി വന്നതാണ്. മൂത്രം എങ്ങനെ പോകുന്നു? എന്ത് മനസ്സിലായില്ല? സിസ്റ്റർ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ചേട്ടാ, വയസ്സ് എത്രയായി? 35 വയസ്സായി മോളെ. ആധാർ കാർഡിൽ 53 ആണല്ലോ. ഏകദേശം കൂട്ടുമ്പോ 35 ആകും. തീരെ സുഖമില്ല എന്റെ ഡോക്ടറെ. ചീട്ടെവിടെ? അങ്ങനെ പറയണ്ടേ ഡോക്ടറെ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കൊക്കെ എങ്ങനെയാ നേരം പോണേന്ന്. ഇപ്പൊ പിടുത്തി കിട്ടി. ഏതാ വേണ്ടേ? പരല, വെട്ടിമലർത്ത, 28, 56 ഏതാ വേണ്ടെങ്കിൽ പറഞ്ഞേ. എടോ, ചീട്ടല്ല പറഞ്ഞത്, ടോക്കൺ നമ്പർ. എന്തൊരു ചവർപ്പും പുളിപ്പുമാണ് ഈ വെള്ളത്തിന്. അതുണ്ടാകും, മൂത്രമല്ലേ മുതലേ. എന്ത് വല്ലതും പറഞ്ഞോ? അതെ ഡോക്ടറെ, 2 ആഴ്ചയായി സംഘടിപ്പിച്ചതാണ് ഈ കുപ്പിയിലെ മൂത്രം. അതാണ് ഡോക്ടർ കുടിച്ചത്. മോശമായി. താൻ എന്തുട്ടൊക്കെയോടെ അവിടെ കാണിച്ചു കൂട്ടണേ? ഞാൻ മൂത്രം ടെസ്റ്റിന് വേണ്ടി വരും എന്ന് ഉദ്ദേശിച്ച് കൊണ്ടുവന്നതാ. പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടോ തനിക്ക്? അല്ല ഡോക്ടറെ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെ കുമ്പിടുമ്പോ തള്ളവിരല് തൊടാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എനിക്ക് മുട്ടുവരെ മടക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ മൂക്കനിത് എങ്ങനെ പിടിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ പിടിക്കുമ്പോ ഒരു കുഴപ്പമില്ല. തനിക്ക് എല്ലാ രോഗത്തിനുള്ള ഒരു മരുന്നുണ്ട് എന്റെ കയ്യില്. ഇപ്പൊ തരാം. എന്റെ അയ്യോ, മറിയക്കുട്ടി, ഒന്നിങ്ങ് വന്നേ. ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാത്തെ? മടുത്തു ജീവിതം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം സമാധാനം ഉണ്ടായിരുന്നേ. മക്കളെല്ലാവരും സ്വത്ത് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അനാഥരായില്ലേ? എന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഒരുപാട് പറ്റി. നിന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുവാനോ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാനോ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് പള്ളിയിൽ പോകുവാനോ കഴിഞ്ഞില്ല. ജീവിതത്തിൽ പണത്തിന്റെ പിന്നാലെ ഓടി. എന്നാൽ ഫലമുണ്ടായതോ മക്കളുടെ നാശം. ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് വീട്. മരിക്കുട്ടി, നീ ഏതായാലും ആ ടൈപ്പ് റെക്കോർഡർ ഒന്ന് ഓൺ ചെയ്യൂ. ആ പാട്ട് കേട്ട് നമുക്ക് കുറച്ചു നേരം ഉല്ലസിച്ച് ഡാൻസ് കളിക്കാം. കണ്ണെഴുതി പുത്തം തൊട്ട് ചൂല
കെട്ടിവെച്ച് ഓടിവാ മുത്തേയോടിവാ കരമുണ്ട് തോളിലിട്ട് മുറിവാലും വീശിക്കൊണ്ട് ഓടിവാ മറിയയോടിവാ കെട്ടിവെച്ച് ഓടിവാ മുത്തേയോടിവാ കണ്ണെഴുതി പൊട്ടും തൊട്ട് ചൂലുമുടി കെട്ടിവെച്ച് ഓടിവാ മറിയേയോടിവാ കരമുണ്ട് തോളിലിട്ട് ഞൊറിവാലും വീശിക്കൊണ്ട് ഓടിവാ മുത്തേയോടിവാ കരമുണ്ട് തോളിലിട്ട് ഞൊറിവാലും വീശിക്കൊണ്ട് ഓടിവാ മുത്തേയോടിവാ ഇത് 20 വർഷം മുമ്പ് ഇങ്ങനെ പാട്ടും പാടി കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ല. എല്ലാം ദൈവത്തിന്റെ വിധി. ഈ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഒന്നിക്കാം. ഈ ഗുളിക നീ കയ്യിൽ വെച്ചോ. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ആരുടെയും കണ്ണീരും വിഷമവും കാണണ്ട. ഈ ഗുളിക കഴിച്ചാൽ മരിച്ചു പോകും. ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് മറിയക്കുട്ടി. അപ്പാ നമുക്ക് കേരള ലോട്ടറിയുടെ 10 കോടി രൂപ അടിച്ചു അപ്പാ. എന്താ നീ പറയുന്നേ മോനെ? ഇത് സത്യാണോ? മറിയക്കുട്ടി, നമ്മുടെ സെന്റ് ജോർജ് പുണ്യാളനാണ് നമ്മളെ രക്ഷിച്ചത്. മറിയക്കുട്ടി, ഇപ്പോഴാണ് ഈ ഭവനത്തിന് ജീവൻ വന്നത്. എന്റെ മക്കളെ, ഈ ഭവനം ഇപ്പോൾ സ്നേഹഭവനമായി, സ്നേഹവീട്. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ.